Hi, morning. Welcome to my YouTube channel. മുടി ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തല നനച്ചത് കേട്ടോ, ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ വിശേഷം? ഞാനേ ഒരാഴ്ചയിൽ കൂടുതലായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അൻസുമോളെ നല്ല ഉറക്കത്തിലാണ്. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. പിന്നെന്താ, മഴയാണ് പുറത്ത്, ഭയങ്കര മഴയായിരുന്നു. രാത്രിയും നേരം വെളുക്കാൻ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഇരുള് മൂടിയാണ് അന്തരീക്ഷം. ഞാനും അൻസുമോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അതിൻ്റെ അത്രയ്ക്കുള്ള വിശേഷങ്ങളേ ഉള്ളൂ ഗൈസ്. പിന്നെ മൂത്ത 2 കുട്ടികൾ അങ്ങ് കണ്ണൂരാണല്ലോ, അവരിപ്പോൾ സ്കൂളിലൊക്കെ പോയി കാണും. സ്കൂളുള്ള ദിവസമല്ലേ. പിന്നെന്താ, ഇനി കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. കുറച്ച് കിച്ചണിലുള്ള വർക്കൊക്കെ ഉണ്ട്, പാചകം. അപ്പോളേ സുഹൃത്തുക്കളെ, നമുക്ക് കാണാം കേട്ടോ പാചകങ്ങളും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്താ ഉണ്ടാക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളെന്നും നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഗായ്സ്, ഞാനേ അൻസുമോക്കുള്ള പാലാണ് കേട്ടോ കാച്ചിയെടുക്കുന്നത്. അവൾ നല്ല ഉറക്കമാണ്. 10:30-11 മണിയാവും എണീക്കാൻ വേണ്ടി. ചിലപ്പോൾ നേരത്തെ എണീക്കും. രാത്രി 12:30 1 മണിയൊക്കെയാണ് അവളുടെ സമയം. മൊബൈലിൽ പാട്ടും കേട്ടും ഞാനും ഇച്ചാനും സംസാരിക്കുന്നതും വഴക്കൂടുന്നതൊക്കെ കേട്ട് ചിരിച്ചും കളിച്ചൊക്കെയാണ് പുള്ളിക്കാരി ഉറങ്ങാറ്. ചില ദിവസങ്ങൾ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അവൾക്ക് ഞാൻ ഉറക്കത്തിൽ പാലൊക്കെ പിടിച്ചു കൊടുത്തു. വീണ്ടും അവൾ ഉറങ്ങി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുകയാണ്. ഓട്സാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ ഓട്സും പാലിൽ കാച്ചി എടുക്കുന്നുണ്ട്. അവൾ ഉറങ്ങുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ലഞ്ചിന് ഇന്ന് ബീഫാണ് കേട്ടോ കറിയാക്കുന്നത്. ഇന്നലെ ബീഫ് എടുത്ത് പുറത്ത് വെച്ചപ്പോഴത്തേക്കും കറണ്ടൊക്കെ പോയി, രാത്രിയാണ് വന്നത്. ഞാൻ ഇന്നും പുറത്തെടുത്ത് വെച്ച് ഐസ് മാറാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നത്, എൻ്റെ ഡേ മൈ ലൈഫ് ഞാനൊരു ചെറിയൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഗൈസ്. ഇനി ഓട്സ് കഴിച്ചിട്ട് ലഞ്ചിന് ഞാൻ ചോറ് അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണേ. ചോറ് ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വെച്ചത്. കുക്കർ ഞാൻ തുറന്ന് വെച്ചേക്കുകയാണേ. അത് അടച്ചു വെച്ച് വേവിച്ചാൽ കൊഴിഞ്ഞു പോകും, അതുകൊണ്ട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ബീഫൊക്കെ കഴുകിയെടുത്തു. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞളും സോൾട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അൻസുമോൾ എണീറ്റു. അവൾക്ക് മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഒരു ഭാഗം നമ്മൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെ ബാക്കി തന്നെ കഴിച്ചോളും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വാരി കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അവൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പൊക്കെ അവൾ കിച്ചണിൽ എന്നെ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ചെയറിട്ട് വന്ന് നിൽക്കും. ഇപ്പോൾ അതിനൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല, എപ്പോഴും വഴക്കല്ലേ. അതുകൊണ്ട് അതൊക്കെ അവൾക്ക് നല്ലോണം വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഞാൻ ബീഫ് കറിക്കുള്ള അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. ബീഫ് കറിയും ചോറും ആണ് ലഞ്ചിന് തയ്യാറാക്കുന്നത്. വേറെ ഒന്നും ഞാൻ തോരനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ബീഫ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു. ലഞ്ചിൻ്റെ സമയമായി, ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ലഞ്ച് കൂടെ കഴിച്ചാൽ മതി. അപ്പോളേ സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം കേട്ടോ.